ദൃശ്യം 3 ത്രില്ലറാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും കാണുമ്പോൾ ഇക്കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്നും ജീത്തു ജോസഫ്. ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് സംഭവിക്കേണ്ട സ്വാഭാവിക കഥയാണ് ദൃശ്യം 3 ൽ പറയുന്നത്. ഒരേ പാറ്റേണിൽ സിനിമ ചെയ്ത് മടുത്തെന്നും മാറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം മനോരമ ന്യൂസ് കോൺക്ലേവ് വേദിയിൽ ഇന്റലിജന്റ് ത്രില്ലേഴ്സ് എന്ന സെഷനിൽ പറഞ്ഞു. ദൃശ്യം രണ്ടാം ഭാഗത്തിന്റെ ക്ലൈമാക്സാണ് ആദ്യം മനസ്സിൽ വന്നത്. രണ്ടാം ഭാഗം വേണ്ടെന്ന് വിചാരിച്ചതാണ്. ദൃശ്യത്തിന്റെ ആദ്യഭാഗത്തിന് ശേഷം 5 വർഷമെടുത്താണ് രണ്ടാം ഭാഗം എടുത്തത്. രണ്ടാം ഭാഗം കണ്ട് ഭക്ഷണം കഴിച്ചപ്പോഴാണ് ലാലേട്ടൻ മൂന്നാം ഭാഗത്തിന് സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചത്. ക്ലൈമാക്സ് കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൊള്ളാമെന്ന് ലാലേട്ടൻ പറഞ്ഞു. സാധാരണ രീതിയിൽ ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കേണ്ടത്, അതാണ് ദൃശ്യം 3 ൽ കാണിക്കുന്നതെന്നും കോൺക്ലേവ് വേദിയിൽ ജീത്തു ജോസഫ് പറഞ്ഞു. ചിത്രം പണത്തിന് വേണ്ടി ചെയ്തതല്ലെന്ന് കണ്ടാൽ മനസ്സിലാകും. പണത്തിന് വേണ്ടിയല്ല ചെയ്യുന്നതെന്ന് ആന്റണിയോട് പറഞ്ഞിട്ടുണ്ട്, ജീത്തു പറഞ്ഞു. നാലാം ഭാഗത്തിന് സാധ്യതകളുണ്ടാകാമെന്നും എനിക്ക് കിട്ടിയിട്ടില്ലെന്നും ജീത്തു ജോസഫ് പറഞ്ഞു. ഒരേ പാറ്റേണിൽ മടുപ്പ് വന്നു എന്നും ജീത്തു ജോസഫ് പറഞ്ഞു. തെലുങ്കിൽ മാസ് പടം ചെയ്യാൻ പോയപ്പോൾ ജീത്തു ജോസഫ് പടത്തിൽ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് വേണമെന്നാണ് ആവശ്യം. തമിഴിൽ കഥ പറഞ്ഞപ്പോൾ ലോജിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നു. ആൾക്കാര് പ്രതീക്ഷ എന്നിലൊരു പ്രതീക്ഷ വച്ചു. ഒരേ പാറ്റേണ് ചെയ്ത് മടുപ്പ് വന്നു. ചെയ്തിട്ടില്ലാത്ത പാറ്റേണിലേക്ക് വരും. പരാജയങ്ങളുണ്ടാകാം. എങ്ങനെയെങ്കിലും മാറാൻ ശ്രമിക്കുകയാണ്.